നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ എല്ലാ കുട്ടികൾക്കും എനിക്ക് തോന്നുന്നു 100% എന്ന് ഞാൻ പറയുന്നില്ല, 90% കുട്ടികൾക്കും ഗ്രാഫ് വരയ്ക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഗ്രാഫ് കിട്ടത്തില്ല, ഗ്രാഫ് വരയ്ക്കത്തില്ല, എങ്ങനെയൊക്കെ പഠിച്ചാലും രക്ഷയില്ല. നമ്മൾ എല്ലാ പ്രാക്ടിക്കലിൻ്റെയും കൂട്ടത്തിൽ ഗ്രാഫും കാൽക്കുലേഷനും എല്ലാം ചെയ്തേക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് എല്ലാത്തിൻ്റെയും ഗ്രാഫ് വരച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺവെക്സ് ലെൻസ്, കോൺകേവ് മിറർ, സിമ്പിൾ പെൻഡുലം, ഓംസ് ലോ, ഇതിൻ്റെ എല്ലാം. അതിനകത്ത് ആദ്യം കോൺവെക്സ് ലെൻസിനും കോൺകേവ് മിററിനും UV ഗ്രാഫ് ഉണ്ട്. ആദ്യത്തെ ഗ്രാഫ് നമ്മുടെ അതാണ്, ആദ്യത്തെ വീഡിയോ ആണ്. ഒരു 10 മിനിറ്റ് താഴെ ഉള്ളൂ. നിങ്ങൾ 1-2 വട്ടം കഴിഞ്ഞാൽ ജീവിതകാലത്ത് നിങ്ങൾ മറക്കത്തില്ല. എൻ്റെ കറക്റ്റായിട്ട് മാഷ് പറയുന്ന പോലെ ഡിവിഷനും എടുത്ത് കൃത്യമായിട്ട് അങ്ങ് ചെയ്താൽ മതി. കറക്റ്റായിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് ഗ്രാഫ് വരച്ച് അതിൻ്റെ റീഡിങ് എടുക്കുന്ന കാണിക്കും. അന്നേരം UV ഗ്രാഫിൻ്റെ പ്രത്യേകത, U along the X ആക്സിസ്, V along the Y ആക്സിസ്. അത് നിങ്ങൾ കൃത്യമായിട്ട് 5, 0, 5, 10, 15, 20, 25 ഈക്വൽ ഡിവിഷൻ എടുക്കണം. യുവും വിയും 5, 10, 15, 20, 25, 2, 4, 6 എന്ന് എടുക്കാം. 5, 10, 15 എടുത്തു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കിട്ടും ഗ്രാഫ്. അതായത് ഒരു പരാബോളിക് ഷേപ്പ് കിട്ടും. F = OA + OB/4 വെച്ച് ചെയ്താൽ നമുക്ക് ഫോക്കൽ ലെങ്ത് നേരത്തെ കിട്ടിയ ടാബ്ലക്കുളത്തിൽ കിട്ടിയ ഫോക്കൽ ലെങ്തിൻ്റെ അതുപോലെ കിട്ടിയാൽ നിങ്ങൾ ചെയ്യുന്നത് പക്ക കറക്റ്റാണ്. ഇതാണ് UV ഗ്രാഫ്. ഇനി നമുക്ക് ചെയ്യുന്നതിലോട്ട് കടക്കാം. ഇത് കോൺവെക്സ് ലെൻസിന്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയാണ്. നമ്മൾ നേരത്തെ ഫുള്ള് വീഡിയോ ഡിസ്ക്രിപ്ഷൻ അതിട്ടുണ്ട്. ലെൻസും മിററും ഒക്കെ ചെയ്യുന്നത് ഫുള്ള് കാൽക്കുലേഷൻ ഗ്രാഫും അല്ല. ഇത് ഗ്രാഫിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോസ് ആണ്. UV ഗ്രാഫ്, 1/U, 1/V ഗ്രാഫ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്ക് ഒക്കെ ഗ്രാഫിന് മാത്രമുള്ള ഇതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. അന്നേരം യുവിൻ്റെ വാല്യൂ നമ്മൾ എടുത്തിട്ടുണ്ട്, വിയുടെ വാല്യൂ എടുത്തിട്ടുണ്ട്, 1/U എടുത്തിട്ടുണ്ട്, 1/V എടുത്തിട്ടുണ്ട്. F = UV/U + V. അത് പിന്നെ കാൽക്കുലേഷൻ. നമുക്ക് ഈ 2 ഗ്രാഫാണ് വേണ്ടത്. UV ഗ്രാഫും വേണം, 1/U 1/V ഗ്രാഫും പറയണം. ഞാൻ ഈ പറയുന്ന പോലെ മാത്രം നിങ്ങൾ ഡിവിഷൻ എടുത്തങ്ങ് വരച്ചാൽ മതി. നല്ല സൂപ്പറായിട്ട് കിട്ടും ഗ്രാഫ്. അതായത് നമുക്ക് ഏകദേശം 9.96, ഏകദേശം 10-നടുത്ത് കിട്ടണം വാല്യൂ അല്ലേ. അതായത് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് UV ഗ്രാഫാണ്. UV ഗ്രാഫ് വരയ്ക്കുമ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇത് Y ആക്സിസ്. ഇപ്പം ഞാൻ ഈ വരയ്ക്കാൻ പോകുന്നത് Y ആക്സിസാണ്. ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി നാണ്ട് ഈ വരയ്ക്കാൻ പോകുന്നത് X ആക്സിസാണ്. എപ്പോഴും അത് നിങ്ങൾ ശ്രദ്ധിക്കണം. X ആക്സിസിൽ U വളരെ വ്യക്തമായിട്ട് എഴുതണം. Y ആക്സിസിൽ V ആണ് UV ഗ്രാഫിൽ. പിന്നെ ഒരുപാട് രീതിയിൽ റീഡിങ് എടുക്കാം. നമ്മൾ ഈ റീഡിങ് എടുക്കുമ്പോൾ പലർക്കും കുട്ടികൾക്കുള്ള സംശയം എന്ന് പറഞ്ഞാൽ 0 കഴിഞ്ഞ് ചിലർ ചുമ്മാതെ റീഡിങ് എടുക്കും. പക്ഷേ ഈക്വൽ ഡിവിഷൻ റീഡിങ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈക്വൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എടുക്കുന്നത് 0, അത് കഴിഞ്ഞ് 5, അത് കഴിഞ്ഞ് 10, അത് കഴിഞ്ഞ് 15. ഇത് 2, 4, 6 എന്ന് എടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഈക്വൽ ആയിരിക്കണം. 20, 25, 30, 35 അവിടെ വരെ എടുക്കുന്നു. അതേപോലെ V എടുക്കണം. 5, 10, 15, 20, 25, 30, 35. ഈക്വൽ ഡിവിഷൻ യുവിലും ഈക്വൽ ഡിവിഷൻ വിയിലും എടുക്കണം. മനസ്സിലായത്? 0, 2, 4, 6 ഇങ്ങനെ എടുത്തു പോയാൽ കുറേ ഇങ്ങനെ എടുക്കേണ്ട വരും. ഇങ്ങനെ അറ്റം വരെയൊക്കെ വരും. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. ഇനി ഓരോ ഡിവിഷൻ എത്ര നോക്കിയാൽ 0 കഴിഞ്ഞിട്ട് 10ാമത്തെ ഡിവിഷൻ്റെ അവിടെ ഇല്ല, 10ാമത്തെ ഇതിൻ്റെ ഇവിടെയാണ് 5 എന്ന് വന്നത്. അന്നേരം ഒരു ഡിവിഷൻ ഇതിനകത്ത് ഒരു ചെറിയ വര എന്ന് പറയുന്നത് 5/10 ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 5.5 ആണ്. അതായത് നിങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ 5 കഴിഞ്ഞ് തൊട്ടടുത്ത വര എന്ന് പറഞ്ഞാൽ 5.5, അത് കഴിഞ്ഞാൽ 6, അത് കഴിഞ്ഞ് 6.5, അങ്ങനെ ഈ വര വരുമ്പോഴത്തേന് 10 ആവും. അത് കഴിയുമ്പോൾ 10.5, 11.5, ഇവിടെ വരുമ്പോൾ 15 ആവും. അത് കഴിഞ്ഞ് 15.5, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 20 ആവും. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഒരു വര എന്ന് പറയുന്നത് 0.5 ആണ്. ക്ലിയർ ആണല്ലോ? അത് X ആക്സും Y ആക്സും ഒരേപോലെയാണ്. ഇനി നമുക്ക് താണ്ടി ഈ റീഡിങ് വെച്ചിട്ട് ഇവിടുത്തെ റീഡിങ് വെച്ചിട്ട് U16 ആണ്, V26 ആണ്. U16ഉം V26 ഒരു 4 എണ്ണമെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടിയാൽ മതി. അത് വരച്ച് കാണിക്കാൻ അതൊക്കെ ഇച്ചിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. U16 ഇപ്പം ഇതാണ് 15 എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 വരെ കഴിയുമ്പോൾ 16 ആണ്. ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് 16ൻ്റെ നേരെ 26, ഇതാണ് 25. ഇപ്പോൾ 16 നേരെ കൊണ്ടുപോവുക, ഡിവൈഡായിട്ടൊക്കെ വരും. 25 കഴിഞ്ഞിട്ട് 2 വരെ വരുന്നതാണ് 26.
രണ്ടാമത്തെ 18-22.2. 18 എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയിക്കേണ്ടത് ഇവിടെ 15-ഉം ഇവിടെ 20-നും നടുക്ക് 17.5 ആണ്. 17.5 ഇതാണ് 18 എന്ന് പറയുന്നത്. 18 നേരെ ഇങ്ങനെ കൊണ്ടുപോകണം. എന്നിട്ടത് ഇതാണ് 20ക്കും 25നും നടുക്കാണ് 22.5 എന്ന് പറയുന്നത്. അത് ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഇനി അടുത്ത 20ക്ക് 20, അന്നേരം 20 യുവിൻ്റെ അവിടെ, വിയുടെ അവിടെ 20 നാണ്ട്. ഓക്കെ, അന്നേരം 3 പോയിൻ്റായി. അടുത്ത് നോക്കി 22-ന് 18.4. അന്നേരം 22 എന്ന് പറയുന്നത് ഇത് നടുക്ക് 22.5 ആണ്. അന്നേരം ഇത് 22 ആയിട്ട് നിങ്ങൾ എടുക്കുക. അതിന് 18.4 അല്ലേ. അന്നേരം ഏകദേശം ഇത് 17.15-നും 20ക്ക് നടുക്കുള്ള വരെ എന്ന് പറയുന്നത് 17.5 ആണ്. അന്നേരം 22 എന്ന് പറയുമ്പോൾ ഏകദേശം ഇത് വരും, ഈ പോയിന്റ് വരും. ഇത് 18.4 വരണം. അന്നേരം ഏകദേശം ഇവിടെ ആയിട്ട്. ഇനി 24-ന് 17.2. 24 എന്ന് പറഞ്ഞാൽ ദാണ്ട് ഇവിടെ കാണുന്നവരെയാണ്. 17.4 എന്ന് പറഞ്ഞാൽ 17.5 ആതാണ്ട് ഇത് ഈ വരെ. അന്നേരം നമ്മൾ ഇതിൻ്റെ നേരെ കൊണ്ടുപോയിട്ട് 17 ഇവിടെ. ഇനി ഒരു റീഡിങ് കൂടെ 26-ന് 16. 26 എന്ന് പറഞ്ഞാൽ 25 കഴിഞ്ഞിട്ട് 25.5, അത് കഴിഞ്ഞിട്ടാണ് 26. അതിന് 16. 16 എന്ന് പറഞ്ഞാൽ 15 കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വരെ. ഇങ്ങനെ നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തുക. അപ്പം എല്ലാ പോയിന്റും നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് വെച്ച് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നതല്ല, ഇങ്ങനെ ഒരു കേർവായിട്ട് അങ്ങ് വരയ്ക്കണം. ഒരു പരാബോളിക് കർവായിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ നിങ്ങൾ വരച്ചെടുക്കണം. ഇതൊരു കർവായിട്ട് തോന്നണം, ഒരു കർവായിട്ട് കറക്റ്റായിട്ട് ഫീൽ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ഒറിജിനിൽ നിന്ന് 45 ഡിഗ്രി വരയ്ക്കണമെന്ന് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ 0-ൽ നിന്ന് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരച്ചാൽ മതി. എന്നിട്ടത് കൃത്യം താഴോട്ട് വരയ്ക്കുക. എന്നിട്ടത് ഇങ്ങോട്ട് വരയ്ക്കുക. കറക്റ്റായിട്ട് വരച്ച് പോകണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇത് നിങ്ങൾ O0 അങ്ങ് O ആയിട്ട് എടുക്കുക. ഇത് OA എന്ന് എടുക്കുക. ഇത് OB എന്ന് എടുക്കുക. ഓക്കെ, അന്നേരം നമുക്ക് OA കിട്ടി, OB കിട്ടി. OA എന്ന് പറഞ്ഞാൽ എത്ര? 20. 0 മുതൽ 20-ലല്ലേ ഒന്ന് വീഴുന്ന വര. OB എത്ര? അതും 20ആണ്. അന്നേരം OA എന്ന് പറയുന്നത് 20-യും OB എന്ന് പറയുന്നത് 20ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് FU ഗ്രാഫിൽ നിന്ന് OA പ്ലസ് OB ബൈ 4. FU 20 പ്ലസ് 20 ബൈ 4. FU 40 ബൈ 4. FU 10. നിങ്ങൾക്ക് 10 അല്ലെങ്കിൽ 9 പോയിന്റ് ഒക്കെ കിട്ടിയാലും 10 പോയിന്റ് കിട്ടിയാലും ശരിയാണ്. 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 × 10⁻⁻2 മീറ്റർ. ഇതാണ് UV ഗ്രാഫ് ചെയ്യാൻ ഏറ്റവും സൂപ്പർ മെത്തേഡ്. നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ ഈ ഗ്രാഫ് നല്ല വൃത്തിയായിട്ട് പഠിച്ച് എൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചാണ്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് ചെയ്ത് തീർക്കാം. നല്ലപോലെ മനസ്സിലായി നിങ്ങൾ 1-2 വട്ടം കണ്ടായാലും UV ഗ്രാഫ് പഠിച്ചിരിക്കണം. ഇതുപോലെ 1/U 1/V ഗ്രാഫ് നമുക്ക് വരച്ച് പഠിക്കാം. ക്ലിയർ ആണോ? അന്നേരം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തൊക്കെ കമൻസ് ഒക്കെ ഇട്ടേക്കണം. നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായി എന്നതിൽ സംശയം ഉണ്ടെങ്കിൽ ഇട്ടേക്കുക. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം ശ്രമം നടത്തിയിട്ടുണ്ട്. ഓൾറെഡി ഈ പ്രാക്ടിക്കലെല്ലാം ചെയ്തതാണ്. ഗ്രാഫ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണത്. ഓക്കെ, അന്നേരം നമ്മൾ UV ഗ്രാഫ് ചെയ്തു. ഇത് ഏതിനൊക്കെയാണ്? കോൺവെക്സ് ലെൻസിനും കോൺകേവ് മിററിനും സെയിം ഗ്രാഫാണ്. ഇത് കണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ കമൻസ് ഇടുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കുക. കാരണം ഗ്രാഫ് ഒരുപാട് കുട്ടികൾക്ക് പ്രയാസമാണ്. അന്നേരം എക്സ്ട്രാ മാഷ് കഷ്ടപ്പെട്ടേക്കുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് കിട്ടണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ അടിച്ചേക്കുക. അന്നേരം ഇതുപോലെ 1/u 1/u ഗ്രാഫ് നമ്മൾ ഇതുപോലെ ചെയ്യും. അന്നേരം നന്നായിട്ട് പഠിക്കുക. നെവർ എവർ ഗിവ് അപ്പ്.